ഹായ് ഡിയേഴ്സ്, ലേണിംഗിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ സുകൃതഹാരങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുകൃതഹാരങ്ങൾ എന്ന തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കുക. പുണ്യപുഷ്പങ്ങൾ എന്നാണ് സുകൃതഹാരങ്ങൾ എന്ന പദത്തിൻ്റെ അർത്ഥം. ജലാശയങ്ങളെ പുണ്യതീർത്ഥങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ജലം പുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിൽ ക്ഷീണിച്ച് ദാഹാർത്തനായി എത്തുന്ന ബുദ്ധഭിക്ഷുവായ ആനന്ദൻ വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കാണുന്നു. ദാഹിക്കുന്നു സഹോദരി, കുറച്ച് വെള്ളം വേഗം തരൂ എന്ന് അദ്ദേഹം മാതങ്കിയോട് പറയുന്നു. പക്ഷേ താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ കയ്യിൽ നിന്നും ജലം വാങ്ങി ശരീരാശുദ്ധി വരുത്തുമോ എന്ന മാതങ്കിയുടെ ചോദ്യത്തിന് ആനന്ദൻ താൻ ജാതിയല്ല ചോദിച്ചത്, വെള്ളമാണ് എന്ന് മറുപടി പറയുന്നു. ദാഹജലമാണ് ചോദിക്കുന്നത്, നാവു വരണ്ടിരിക്കുന്നു, നീ പേടിക്കേണ്ട, അത് എനിക്ക് തരിക എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൈക്കുമ്പിൾ നീട്ടി. പിന്നെ സുന്ദരിയായ അവൾ തർക്കിക്കാൻ നിന്നില്ല. അവളുടെ മനസ്സലിഞ്ഞു. അവൾ പാളയിൽ കോരിയെടുത്ത ജലം ആർത്തിയോടെ ബുദ്ധഭിക്ഷുവിൻ്റെ കൈപ്പൂവിൽ മെല്ലെ കുനിഞ്ഞു നിന്ന് ഒഴിച്ചു കൊടുത്തു. പുണ്യശാലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി കൊണ്ട് പുണ്യം ചെയ്തവൾ എന്നാണ്. പുണ്യശാലിനി പകർന്നിടുന്ന തണ്ണീരിൻ്റെ ഓരോരോ തുള്ളിയും അവസാനമില്ലാത്ത പുണ്യകർമ്മത്തിൻ്റെ പൂമാലകൾ നിന്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവും. മാതങ്കി പകർന്നു നൽകിയ ഓരോരോ തുള്ളിയും ഓരോരോ മുത്തുകളായി തീർന്നു. അവസാനമില്ലാത്ത സത്പ്രവൃത്തിയുടെ ഹാരമായി മാറുന്നു. ജാതി ചിന്തക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള വിവേചനത്തിനെതിരെയുള്ള പ്രവൃത്തിയാണ് സുകൃതം നൽകുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിലും ദളിത് വർഗ പ്രതിനിധി എന്ന നിലയിലും ഏറ്റവും അധികം ആത്മഹർഷവും ചാരിതാർത്ഥ്യവും ബൗദ്ധികോന്നതിയും ഉണ്ടാക്കിയ പ്രവൃത്തിയാണ് ഇത്. തൊട്ടുകൂടായ്മയ്ക്കെതിരെ ദാഹജലത്തിലൂടെ നടത്തിയ ഫലപ്രദമായ പ്രയത്നം. ഇങ്ങനെ എല്ലാ തരത്തിലും സുകൃതഹാരങ്ങൾ എന്ന തലക്കെട്ട് ഈ പാഠഭാഗത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.